ഈ നെക്ക് പാറ്റേൺ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ? അത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കൊന്ന് ചെയ്യാമെന്ന്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് കറക്റ്റായിട്ട് വരുമെന്ന്. പക്ഷേ ഇത് നന്നായിട്ട് വന്നു. ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് കാണേ. ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തത് ഒരു മാക്സി ബിറ്റാണേ. ഇത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഫ്രണ്ട് പാർട്ട് 47 ഇഞ്ചും ബാക്ക് പാർട്ട് 48 ഇഞ്ചുമാണ് ഞാൻ കട്ട് ചെയ്തത്. അതായത് ഫ്രണ്ടിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ ബാക്ക് പാർട്ട് വേണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കും ഫ്രണ്ടും ഈ കാണുന്ന രീതിയിൽ വെച്ചിട്ട് മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് അതിനേക്കാൾ 1 ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്യണേ. ഞാനിവിടെ യൂസ് ചെയ്ത മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് പറയുന്നത് 3.25 ആണ്. അപ്പം ബാക്ക് നെക്കിൽ നിന്ന് ഷോൾഡറിലേക്ക് 1 ഇഞ്ച് ഇറക്കിയിട്ട് ഷോൾഡർ സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 1/2 ഇഞ്ച് ഇറക്കി ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യണേ. ഇത് കോളർ നെക്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ എങ്ങനെയാണോ ആം ഹോൾ മാർക്ക് ചെയ്യുന്നത് അതുപോലെ മാർക്ക് ചെയ്യുക. ഞാനിവിടെ ചെയ്തതൊന്നും ക്യാമറയിൽ വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടുവാണ്. 1/2 ഇഞ്ച് മുന്നിലോട്ട് എടുത്തിട്ട് അങ്ങനെ ആ ലൈനിൽ വെച്ചിട്ടാണ് കുഴിച്ചു വെട്ടുന്നത്. ഞാനിവിടെ എൻ്റെ റെഗുലർ ചെസ്റ്റ് സൈസിനേക്കാളും 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡറിൽ നിന്ന് താഴേക്ക് 14 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് വെക്കുക. ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്, അതുകൊണ്ട് നിങ്ങളുടെ റെഗുലർ സൈസിനേക്കാളും 2 ഇഞ്ച് കൂടുതൽ ഈസ് ഇട്ട് കൊടുക്കണേ. ഇനി ഹിപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആം ഹോളിൽ നിന്ന് താഴേക്ക് 13 അല്ലെങ്കിൽ 12 ഇഞ്ച് താഴോട്ടേക്ക് എടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്യുക. ഇനി എല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കണേ. ഹിപ്പിൽ നിന്ന് താഴേക്ക് എത്രയാണോ നിങ്ങൾക്ക് വീതി വരുന്നത് അതുവരെ എ ലൈനായിട്ട് മാർക്ക് ചെയ്യുക. ഹിപ്പിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ ബാക്ക് ആം ഹോൾ കട്ട് ചെയ്ത് വെക്കുക. അതായത് ബാക്ക് പാർട്ടെല്ലാം കട്ട് ചെയ്ത് വെക്കുക. ഇനി ബാക്ക് ഷോൾഡർ സ്ലോപ്പും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് പറയുന്നത് 3.25 ആണ്. അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. അവിടെ ഇങ്ങനെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. ഇനി നമ്മുടെ സ്ലീവ്സിൻ്റെ കട്ടിങ് ആണേ. എൻ്റെ ഫുൾ ആം ഹോൾ വരുന്നത് 16 ഇഞ്ചാണ്. അതിൽ 1 ഇഞ്ച് ഈസ് കൊടുത്തിട്ട് ഞാൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5 കിട്ടുമേ. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, 8.5. അതൊരു 3.5 ഇഞ്ച് ക്യാപ്പിലാണ് വരുന്നത്. അത് അങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് മേലേന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു എസ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. എനിക്ക് വേണ്ട സ്ലീവ് ലെങ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു +2 കൂടി ആഡ് ചെയ്ത് 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യണേ സ്ട്രെയിറ്റ് ആയിട്ട്. ഇത് കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്യാണ്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ച് ഇട്ട് കൊടുത്തു. ഇനി നെക്കിൻ്റെ താഴെ വരുന്ന പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതായത് ആ യു പാർട്ടില്ല, അതിന് വേണ്ടിയിട്ട് അതൊരു 3/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒരു 3 ഇഞ്ച് താഴോട്ടേക്ക് ആണ് ഞാൻ മാർക്ക് ചെയ്തത്. പക്ഷേ ഒരു 4 to 5 ഇഞ്ച് നിങ്ങൾക്ക് എടുക്കാം, കാരണം എൻ്റെത് കുറച്ച് കയറിയിട്ടുണ്ടായത്. അതുകൊണ്ട് നെക്ക് തല കയറാൻ കുറച്ച് പ്രയാസമായിരുന്നു. ഒരു 4 to 5 എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ. ഇനി അതൊരു യു ഷേപ്പായിട്ട് മാർക്ക് ചെയ്യുക. ഞാനൊരു ഫ്രഞ്ച് കർവ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത്, അപ്പം നല്ല നീറ്റായിട്ട് കിട്ടും. എങ്ങനെയാണോ നിങ്ങൾ ക്യാൻവാസ് വെച്ച് നെക്ക് ചെയ്യുന്നത് അതേപോലെ ചെയ്യുക. 1 ഇഞ്ച് അളവിൽ ഇതുപോലെ ചുറ്റിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക.
ഇതിങ്ങനെ ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് ബബിൾ പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇല്ലെങ്കിൽ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക ക്യാൻവാസ്. അതുകൊണ്ട് പിന്ന് വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ് എല്ലാം. സ്റ്റിച്ചിങ് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം. പിന്നെ കോളർ കട്ട് ചെയ്യുന്നതും അടുത്ത വീഡിയോ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.